പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പടച്ചവനോട് കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് നന്മകൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നതൊന്നും അങ്ങോട്ട് ശരിയാവണില്ല. അങ്ങ് സക്സസ് ആയി പോണില്ല എന്നുള്ളത്. ഇതിൻ്റെ ഒരു കാരണം എന്ത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ആദ്യമേ ആ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോണത്. എന്തുകൊണ്ടാണ് നിങ്ങൾ വിജയിക്കാത്തത്? അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം വിജയിക്കാത്തത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഒരുപക്ഷേ നമ്മൾ ചെയ്യുന്ന രീതി ശരിയാവില്ല, അതല്ലെങ്കിൽ നമ്മളെ ആ ഒരു മെത്തേഡ് ശരിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാദ്യം കണ്ടെത്തുക. അതുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവാത്തത് എന്നുള്ളത്. ചിലപ്പോൾ നമ്മളെ ടാലൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വർക്കാവില്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടാവില്ല ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ പരാജയത്തിന് കാരണമാണ്. അപ്പോൾ എന്താണോ നിങ്ങൾ ഈ ഒരു പരാജയത്തിന് കാരണം എന്നുള്ളത് ആദ്യം നിങ്ങൾ കണ്ടെത്തുക. തീർച്ചയായിട്ടും അതിനൊരു ആൻസർ ഉണ്ടാവും. ആൻസർ ഉണ്ടാവാതിരിക്കില്ല. എല്ലാവരുടെ ലൈഫിലും അതിനൊരു ആൻസർ ഉണ്ടാവും. പക്ഷേ നമ്മളത് ഇതുവരെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഇനി അത് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് ഇനിയിപ്പോൾ എത്ര വലുതായിക്കോട്ടെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതങ്ങോട്ട് ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റണം. എവിടെ നിന്നാണോ മിസ്റ്റേക്ക്, അതല്ലെങ്കിൽ നിങ്ങളെ വിജയത്തിന് എന്താണോ പ്രശ്നം, അതിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റണം. എന്നിട്ട് അത് ഉൾക്കൊണ്ട് അതിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റണം. ചിലപ്പോൾ നമ്മളെ രണ്ടാമത്തെ വാതിലും തുറക്കുമ്പോൾ ശരിയായിന്ന് വരില്ല, അവിടെയും ചിലപ്പം പരാജയം ഉണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെയും സക്സസ് അല്ലെങ്കിൽ ഇതല്ല ശരിയായത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തതിനെ നോക്കണം എന്നുള്ളതാണ്. പിന്നെ ഇനി ചില ആളുകളുണ്ടാവും, ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ പരാജയത്തിൻ്റെ കാരണം ഇതാണ്. ഞാൻ ഇത്രയും കാലം വന്ന വഴിയിൽ എന്തുകൊണ്ടാണ് എനിക്കൊന്നും ഉണ്ടാവാഞ്ഞത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ഒരു ബിസിനസ് സക്സസ് ആവാൻ പറ്റുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഒറ്റയ്ക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റാത്തത്, അത് എന്തോ ആയിക്കോട്ടെ, ഇനി ബിസിനസ് അല്ല എന്താണെങ്കിലും ഒരു ലൈഫാണെങ്കിൽ പോലും അത് എന്തുകൊണ്ടാണ് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് എന്ന് ഉള്ളത് നിങ്ങൾക്കൊരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപക്ഷെ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ചിലരെങ്കിലും ചിന്തിച്ച് നോക്കി അത് കണ്ടെത്തിയിട്ടുണ്ടാവണം. കണ്ടെത്തിയിട്ട് അതിനുള്ളൊരു ആൻസർ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും, ഇതിന്ന് എങ്ങനെയാണ് ഞാൻ ഓവർകം ചെയ്യുക, ഞാൻ ഇതുവരെ ഇങ്ങനെയല്ല വന്നത്, ഇതിപ്പം ഞാൻ പിടിച്ചതിന് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുമോ എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളെ പരാജയത്തിനുള്ള കാരണം, അതല്ലെങ്കിൽ നമ്മളെ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാൻ എപ്പോൾ റെഡിയാവുന്നു അപ്പോൾ തൊട്ട് നിങ്ങൾ വിജയിക്കും. അതിനിപ്പോൾ എത്ര, ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ നിന്നിട്ടാവും ചില ആളുകൾ നമ്മളെ ചതിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ നമ്മളെ യൂസ് ചെയ്യും, എന്നിട്ട് അവർ വളരും. പല സ്ഥലങ്ങളിലും കാണുന്നതാണ്. നമ്മളെ കൂടുതലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വളർന്നു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മളപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് പാടില്ല, ഒരു കുറ്റബോധം, അതല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു സങ്കടം ഒന്നും പാടില്ല. അവിടെ മനസാക്ഷി നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. മനസാക്ഷി ഇല്ലാതെ തന്നെ നിങ്ങൾ ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കണം. എൻ്റെ പരാജയത്തിൻ്റെ കാരണം ഇതാണ്, ഈ ഒരു കാരണത്തെ ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് എന്ന് ഒരു മനസാക്ഷിയും ഇല്ലാതെ നിങ്ങളൊരു ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇതിൽ ഒരു സംശയവുമില്ല. ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഇത് കേൾക്കുന്ന പല ആളുകളും ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് തന്നെയല്ലേ ചില കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല നിങ്ങളെ കാരണങ്ങൾ. പക്ഷേ അത് നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ ലൈഫിലില്ലേ? എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങൾ ഒരു പാവയെ പോലെ ജീവിച്ച് പോണില്ലേ? നിങ്ങളെ പരാജയം കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിച്ച് പോണില്ലേ? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഓക്കെ, താങ്ക് യു.